പക്ഷേ അതിനപ്പുറത്തോട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിരന്തരമായി കരാട്ടെ ഒരു കായിക ഇനമായിട്ട് പരിശീലിക്കുന്ന ധാരാളം ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. കഴിഞ്ഞ വർഷം സിൽവർ നേടിയ ഫെമിത അല്ലേ പേര്? അല്ലേ? ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവിടെ ആരൊക്കെ വരുന്നുണ്ട്. സുന്ദരമായൊരു കേരളമാവട്ടെ, മനോഹരമായൊരു കേരളമാവട്ടെ, ഇതേപോലുള്ള അധ്യാപകരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു കേരളത്തിൻ്റെ പ്രതീക്ഷിക്കാം. നമസ്കാരം, ഇത് പെരുങ്കുളമാണ്. പെരുങ്കുളം മണനാക്കാണ്. ആറ്റിങ്ങൽ മണനാക്ക് പെരുങ്കുളത്താണ് നിൽക്കുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മളെ പിള്ളേരൊക്കെ ഒരുപാട് നമ്മൾ MDMAയും മദ്യം അങ്ങനെ കുറേ സാധനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് പിള്ളേരൊക്കെ തിരുനെല്ലിയിൽ പ്രാക്ടീസ് 170ഓളം പിള്ളേർ ഇവിടെ ബ്ലാക്ക് ബെൽറ്റ് വേണ്ടി പ്രാക്ടീസ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സെൻസൈ ഉണ്ട്. ചേട്ടാ, ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് അല്ലേ? അതെ. എന്താണ് സ്റ്റോറി? അല്ല, ഇന്ന് കരാട്ടയ്ക്ക് ഒരു സ്റ്റൈൽ ഇമ്പോർട്ടൻസ് വലുതായിട്ട് ഇല്ല യഥാർത്ഥത്തിൽ. ഈ പണ്ട് കാലഘട്ടങ്ങളിലാണ് നമ്മൾ കരാട്ടയെ ഒരു ട്രഡീഷണൽ, ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ആയോധന കലയായിട്ട് കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ പലതരത്തിലുള്ള സ്റ്റൈലുകൾ, അതായത് ഒരു മാസ്റ്ററിനെ ആ ആൾ ചെയ്യുന്നത് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതിനെ പിൻപറ്റി അതേപോലെ അവരുടെ ഫോളോവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റൈലിനേക്കാളുപരി സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട് കരാട്ടെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ല, ഈ കരാട്ടെ എന്ന് പറയുന്നത് ഒരു കോമൺ, ഇത് കരാട്ടെ എന്നൊരു ഒളിമ്പിക് സ്പോർട്സാണ്. അതെ. കരാട്ടെ ഇന്നൊരു ഒളിമ്പിക് കായിക ഇനമാണ്. അപ്പോൾ ഞങ്ങൾ കരാട്ടെ പരിശീലിക്കുന്നത് ഈ കരാട്ടെ എന്ന് പറയുന്ന ഒരു കായിക ഇനമെന്നുള്ള നിലയിൽ അതിന് മത്സര നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും കരാട്ടെ ഈ ഒരു കായിക ഇനത്തിനേക്കാൾ ഉപരി അച്ചടക്കം വളർത്തുന്നതിനുള്ള ഒരു നല്ല പരിശീലനമാണ്. മാനസികമായിട്ടുള്ള ധൈര്യം വരുന്നതിനുള്ളൊരു പരിശീലനമാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഉപകരിക്കുന്ന ഒരു പരിശീലനമാണ്. അങ്ങനെ ഈ നമ്മുടെ വ്യക്തിത്വ വികാസത്തിനുള്ള പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കരാട്ടെ പരിശീലനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിയുടെ ഒരു വ്യക്തിത്വം വികസിക്കുന്നത് അതിനനുയോജ്യമായ രീതിയിൽ വേണം നമ്മൾ അവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട്. ഇപ്പോൾ കരാട്ടയിൽ അതിൻ്റെ ഏറ്റവും പ്രധാന ടൂളെന്ന് പറയുന്നത് അവെയർനെസ്സാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മളെങ്ങനെയാണ് നമ്മൾ അംഗവിന്യാസം നടത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ബോധപൂർവമാണത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുവഴിയാണ് നമ്മൾ കരാട്ടയിൽ ഈ പറഞ്ഞ വ്യക്തിത്വ വികാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മളൊരു കലാരൂപം പഠിക്കുന്നത് പോലെ ഒരു സ്റ്റൈലിനെ അതേപോലെ ഒരു മാസ്റ്ററെ കോപ്പി ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല നമ്മൾ കരാട്ടെ വഴി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആറ്റിങ്ങൽ കരാട്ടെ ടീം. പക്ഷേ ബേസിക്കലി ഞാനൊരു ഷിറ്റോറിയു സ്റ്റൈലിലുള്ള കരാട്ടെ പഠിച്ച ആളാണ്. ഞാൻ കുറേ വർഷം ഷിറ്റോറിയു സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യും, മറ്റ് പല സ്റ്റൈലുകളും പിന്നീട് പരിശീലിച്ച് നോക്കുകയും അതിൽ നിന്നെല്ലാം കരാട്ടെ എങ്ങനെ ചെയ്യണം, എങ്ങനെയായിരിക്കണം കരാട്ടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണ് നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഇതൊരു അംഗീകൃത കായിക ഇനമാണ്. ആ കായിക ഇനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കായിക താരങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ ആറ്റിങ്ങൽ കരാട്ടെ ടീം. ഇല്ല, അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു പേരിൻ്റെ ആവശ്യം? എന്താണ്? കരാട്ടെ മാത്രം പോരെ? ഈ കരാട്ടെ അല്ല അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനോട് അത്ര യോജിക്കുന്നില്ല. ഈ കരാട്ടയായിട്ട് കാണുക. ഇപ്പോൾ ഇപ്പോൾ നൃത്തരൂപങ്ങളുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, പലതരത്തിലുള്ള നൃത്തരൂപങ്ങളുണ്ട്. പക്ഷേ അതുപോലെ അല്ല ആയോധന കല എന്ന് പറയുന്നത്. ആയോധന കല എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഒരു പഞ്ച് ചെയ്യുന്നെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ്,
അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലെഗ് സ്പിന്നുണ്ട്, ഓഫ് സ്പിന്നുണ്ട്, ഫാസ്റ്റ് ബൗളിംഗ് ഉണ്ട്, പലതരത്തിലുള്ള സ്റ്റൈലുകൾ, പല രീതികളുണ്ട്. പക്ഷേ ഈ രീതികളെല്ലാം തന്നെ വ്യക്തിഗതമാണ്. ഇപ്പോൾ ഒരു ലെഗ് സ്പിൻ എറിയാൻ പറ്റുന്ന തരത്തിലുള്ള ബോഡി സ്ട്രക്ചറുള്ള ഒരാളിനെ ഒരു ഫാസ്റ്റ് ബൗളറാക്കി നോക്കിയാൽ അയാൾ തീരെ എഫക്റ്റീവ് ആകത്തില്ല. അപ്പോൾ സ്റ്റൈൽ അത് വ്യക്തിഗതമായ ഒരു കാര്യമായിരിക്കുന്നതാണ്. ഇതിന് ബ്ലാക്ക് ബെൽറ്റ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് കരാട്ടയിൽ ഈ ബെൽറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ആൾക്കാരും പല ഐഡിയകളാണ് ഈ ഒരു ബെൽറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെ ബെൽറ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സിലബസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പണ്ട് ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ ആണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ വരുന്നു, അതിന് കാലയളവില്ല. കുറേ കാലം പഠിക്കുക, ഗുരുവാണ് പറയുന്നത് നീ പഠിച്ച് പൂർത്തിയായി എന്ന് പറയുന്നത്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസം അങ്ങനെയല്ല. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നമുക്ക് ഒരു നിശ്ചിത കാലഘട്ടം കൊണ്ട് എങ്ങനെ പഠിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനാണ് ഘട്ടം ഘട്ടമായിട്ട്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒരുപാട് വിഷയങ്ങളൊക്കെ സ്ട്രീറ്റിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന കുട്ടികളാണ്. അതെ, അവർക്കൊരു പ്രതിരോധമാണ്, മീൻസ് ഒരു അക്രമം വന്നു കഴിഞ്ഞാൽ അത്രയും പെൺകുട്ടികൾ ഇപ്പം ഫീൽഡിലേക്ക് വരണ കാര്യത്തിന്. അതെ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ വിദ്യാഭ്യാസമൊക്കെ വളരെ കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മാനസികാരോഗ്യം കുറവാണ്. അത് ഇപ്പോൾ നമുക്ക് മാനസികാരോഗ്യമുള്ളവരാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവരിലേക്ക് കടന്നു കയറാനോ ഒന്നും ശ്രമിക്കത്തില്ല. അപ്പോൾ പിന്നെ നമുക്കത് അതിന് വേണ്ടിയിട്ടുള്ളൊരു മാനസിക ആരോഗ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവരുടെ അപഹരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയും എന്തെങ്കിലും കരുതണമെന്ന്, എന്തെങ്കിലും ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കണമെന്ന് പറയുന്നത് തന്നെ അത്യാവശ്യമല്ല. നല്ല കാര്യമാണ്, പക്ഷേ എത്ര കാലം കൊണ്ട് ശരിയാവും? അങ്ങനെയല്ല. നമ്മളിപ്പോൾ പല രാജ്യങ്ങളുടെ കാര്യം, നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ബംഗാളികളെയും അവരെല്ലാം കുറ്റം പറഞ്ഞില്ല, പക്ഷേ എല്ലാ ക്രിമിനൽസിനും വന്ന് സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ നമ്മളെ ചുറ്റും ശത്രുക്കളാണെന്നും ഈ ശത്രുക്കളെ നമ്മൾ നേരിടേണ്ടതുണ്ടെന്നുള്ള ബോധം നമ്മളിൽ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പുരോഗതിക്ക് ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള പുരോഗതിക്കായാലും സമൂഹം എന്നുള്ള നിലയിലുള്ള പുരോഗതിക്കായാലും ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവസം പത്രങ്ങളിലും അതിനെ പത്രങ്ങളിലൊക്കെ എന്തോ കണ്ടോട്ടെ, നമ്മൾ കരുത്തരാവുകയാണ് വേണ്ടത്. നമുക്ക് ശത്രുവല്ല ഇവിടെ പ്രധാനം. നമ്മൾക്ക് ശരിയായിട്ട് സംസാരിക്കാനും ശരിയായിട്ട് മറ്റുള്ളവരോട് ഇടപെടാനും നമ്മൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കടന്നുകയറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുമുള്ള ഒരു ധൈര്യവും അതിനുള്ള ശേഷിയുമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ നേരിടാനോ അല്ലെങ്കിൽ ചുറ്റും ശത്രുക്കളാണെന്നൊന്നും ആലോചിച്ച് നടക്കുന്നതിനോ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അത് നമ്മൾ ഭയം വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെ ചുറ്റുമെല്ലാം ശത്രുക്കളാണ്, നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ഇയാളെ ആക്രമിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക അലർട്ട്നെസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് തന്നെ കേടാണ്. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ സ്നേഹപൂർവ്വം ഒരുമിച്ച് പോകുന്നതിന് അത് തകരാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ കുട്ടികളെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നത് അവർ സ്വയം കരുത്തരാവാനും അവരെ ശരീരത്തിനെ ശരിയായിട്ട് കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷയെക്കുറിച്ചുള്ള ഐഡിയകളാണ് അവരെന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലാതെ പെൺകുട്ടികൾ അവരെന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അവർ ഇപ്പോൾ ഒരു കത്തയും കരാട്ടയിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പ്രാക്ടീസുകളാണുള്ളത്. ഒരു പ്രാക്ടീസിന് കത്ത എന്ന് പറയും, മറ്റൊരു പ്രാക്ടീസിന് കുമിത്ത എന്ന് പറയും. ഇത് ആക്ച്വലി കരാട്ടയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ലാംഗ്വേജിലും എല്ലാത്തിലും ഈ ഒരു 2 രീതികൾ കാണാൻ പറ്റും. അതായത് ഒന്ന് ഷേപ്പ്, ഇപ്പോൾ അക്ഷരം എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. ആ അക്ഷരം ഉച്ചരിക്കുക എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്, അത് ഉച്ചാരണ ഷേപ്പാണ്. ഒരക്ഷരം എഴുതുക എന്ന എഴുത്ത് ഷേപ്പ്. അപ്പോൾ വരയിൽ ഷേപ്പുണ്ട്, സൗണ്ടിൽ ഷേപ്പുണ്ട്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇനി അത് യഥാസമയം അർത്ഥവത്തായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ കരാട്ടയിലെ കത്തയും കുമിത്തയും എന്ന് പറയുന്നത്, കത്ത ഷേപ്പിൻ്റെ ഭാഗവും കുമിത്ത എന്ന് പറയുന്നത്
ആ ഷേപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ ഇത് നമ്മളൊരു ആയുധമാണെങ്കിൽ തന്നെ ആ ആയുധം ശരിയായ ആയുധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ ആയുധം എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ കരാട്ടയിൽ തന്നെ ഈ ആയുധം ഉണ്ടാക്കുന്ന നമ്മളെ ശരീരത്തെ ഒരു ആയുധമാക്കി രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശീലനത്തെ കത്ത എന്ന് പറയും. ഓക്കെ. അപ്പോൾ പിന്നെ കരാട്ടയിൽ ഒരു 150 കത്തകളുണ്ട്. അത് വിവിധ മാസ്റ്റർമാർ കരാട്ടയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ക്യൂക്കുഷൻ മാസ്റ്റർമാർ ഉണ്ടാക്കിയ കഥകൾ, ഷിറ്റോറിയു മാസ്റ്റർമാരുണ്ടാക്കിയ കഥകൾ, ഷോട്ടോക്കാൻ മാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ കഥകൾ, അതല്ലാതെ ഇതിന് ഈ പറയുന്ന ഒരു ശൈലികളൊക്കെ രൂപപ്പെടുന്നതിന് മുൻപ് കരാട്ടയുടെ ആദിമമായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. മത്സുമോറ ഇങ്ങനെയൊക്കെ, അരാക്കാക്കി, ഇങ്ങനെയൊക്കെ പല മാസ്റ്റേഴ്സുണ്ട്. അവരുടെ കാലഘട്ടത്തിലൊന്നും കരാട്ടെ എന്നുള്ള പേരൊന്നും അല്ലായിരുന്നു ഇതിനുണ്ടായിരുന്നത്. പക്ഷേ അന്ന് മുതൽ ഇങ്ങനെ പല ഈ ശരീരത്തിനെ ഒരു ആയുധമാക്കി രൂപപ്പെടുത്തുന്നതിനുള്ള പലതരത്തിലുള്ള ഈ ഫോംസ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോംസിലെല്ലാം തന്നെ നിറയെ അതിൽ ആയോധന തന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ തന്ത്രങ്ങൾ ചേർത്ത്, അതായത് നമ്മൾ ഇമാജിനറി ഫൈറ്റ് എന്ന് പറയും, ഒരു അദൃശ്യ ഒരു ശത്രുവിനെ നമ്മൾ നേരിടുകയാണ്. അയാൾ അടിക്കുമ്പോൾ നമ്മൾ തടയുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന നിഴൽ യുദ്ധം ചെയ്യുന്ന അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഈ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതും ആ കഥയുടെ അടിതട അർത്ഥവുമാണ് അവരിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സരി, ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് ഏകദേശം 3 പേർക്ക് സർക്കാർ ജോലി കിട്ടി കരാട്ടെ മത്സരത്തിലൊക്കെ ജയിച്ചുകൊണ്ട്. അതെ തീർച്ചയായും. ഈ വർഷത്തെ കേരള സർക്കാരിൻ്റെ കായിക നിയമന ലിസ്റ്റിൽ 3 കരാട്ടെ താരങ്ങൾക്ക് കേരള സർക്കാർ ജോലി നൽകുകയുണ്ടായി. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ കരാട്ടെ എന്ന് പറയുന്ന കായിക ഇനത്തിലൂടെ സർക്കാർ ജോലി കിട്ടുന്നത്. മറ്റ് ഇപ്പോൾ സ്വിമ്മിങ് ആയാലും വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും അങ്ങനെ നിരവധി കായിക ഇനങ്ങൾ സർക്കാർ അതിൻ്റെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വിജയികളാവുന്ന താരങ്ങൾക്ക് സാധാരണഗതിയിൽ ജോലി നൽകുന്ന ഒരു പതിവ് പിന്നെ നമ്മളിവിടെ നാട്ടിലുണ്ട്, ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴേ 249 കായിക താരങ്ങളെ സർക്കാർ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ 3 കരാട്ടെ താരങ്ങളുമുണ്ട്. അത് 3 പേരും നമ്മളിവിടെ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ നിന്നുള്ള കുട്ടികളാണ്. അവർ 3 പേരും ദേശീയ തലത്തിൽ അവരുടെ മെഡൽ നേട്ടത്തിന് 3 പേരും ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്തില്ല. പിന്നെ അതല്ലാതെ ഈ വർഷത്തെ ദേശീയ സ്കൂൾ കായികമേളയിൽ കരാട്ടയിൽ കേരളം 2 വെള്ളി മെഡലുകളാണ് നേടിയത്. ആ 2 വെള്ളി മെഡലുകളും നമ്മളെ ആറ്റിങ്ങൽ ടീമിൽ നിന്നുള്ള കുട്ടികളാണ്. ഒരു ഫിദ ഹാജത്തും അതുപോലെ ഒരു ആലിം ഇവിടെ ഉണ്ട്. ആലിം ഇവിടെ നമ്മളെ ഈ ക്യാമ്പിൽ ഇവിടെ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ദേശീയ സ്കൂൾ ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയ ഫിദ ഹാജത്തും ഇവിടെ ഉണ്ട്. അത് ഒരു വീട്ടിൽ നിന്നുള്ളവരാണെന്നുള്ളൊരു പ്രത്യേക ഫെമിത കഴിഞ്ഞ വർഷം നാഷണൽ സ്കൂൾ ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയ ആളാണ്. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളിവിടെ നിന്ന് 3 പേർക്ക് ബ്രോൺസ് മെഡലുണ്ട്. അതുപോലെ സൗത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ 3 പേർക്ക് സിൽവർ മെഡലുണ്ട്. പിന്നെ അതല്ലാതെ ഈ വർഷത്തെ സ്പോർട്സ് കൗൺസിലിൻ്റെ കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 17 ഗോൾഡും 15 സിൽവറും 15 ബ്രോൺസും ഉൾപ്പെടെ 47 മെഡലുകൾ ഞങ്ങൾ ആറ്റിങ്ങൽ ടീമിൽ നിന്നുള്ള കുട്ടികൾ ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പിന്നെ കരാട്ടെ മത്സരത്തിൽ 5 ഗോൾഡും
ഒരു സിൽവറും ഉൾപ്പെടെ 6 മെഡൽ ഞങ്ങൾ കുട്ടികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായിക രംഗത്ത് നമ്മളിവിടെ നിന്നുള്ള ധാരാളം കുട്ടികൾ വളരെ മികച്ച പ്രകടനമാണ് ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലുമൊക്കെ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷം സിൽവർ നേടിയ ഫെമിത അല്ലേ പേര്? തച്ചൂർകുന്ന് അല്ലേ? ആ മോള നമ്മുടെ കൂടെ ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവിടെ ആരൊക്കെ വരുന്നുണ്ട്. ഈ വർഷത്തെ നാഷണൽ സ്കൂൾ ഗെയിംസിലെ സിൽവർ മെഡലിസ്റ്റ് അല്ലേ? പേരെന്താണ്? ആലിം. എവിടെ സ്ഥലം? നാവായിക്കുളം. അല്ല ഇങ്ങനെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. നമ്മളൊന്നും കാണുന്നില്ല എന്നുള്ള വാസ്തവം കണ്ണു തുറന്ന് കാണുക. നമ്മളെ കൂട്ടത്തിൽ പിള്ളേർ. പേരെന്താ? അവനി. നമുക്ക് എന്താ മെഡൽ കിട്ടിയത്? എനിക്ക് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ബ്രോൺസ് ടീം കത്ത. എന്താ പറയാ, നമ്മൾ വന്ന് കാണുമ്പോഴത്തേക്കാണ് അറിയുന്നത്. മോൾക്ക് എന്താ മെഡൽ കിട്ടിയത്? ഓൾ ഇന്ത്യ ബ്രോൺസ് കിട്ടില്ല. ഓൾ ഇന്ത്യയിൽ കണ്ടോ ഇത്ര പിള്ളേരാണെന്നറിയോ ഇവിടെ ഇങ്ങനെ മെഡലൊക്കെ വാങ്ങിച്ചു നിൽക്കുന്നത്. ഇത്രയും പേർക്ക് മെഡൽ കിട്ടിയില്ലേ ഈ വർഷം? ഈ വർഷം എല്ലാം സ്റ്റേറ്റിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആൾക്കാർ, ആറ്റിങ്ങ കരാട്ടെ ടീമിൽ നിന്നും മെഡൽ നേടിയവരാണ്. അതെ, ഇവരെല്ലാം സ്റ്റേറ്റ് മെഡൽ വിന്നേഴ്സാണ്. ഏത് കായിക ഇനമായാലും അത് ദേശീയ തലത്തിൽ മെഡൽ നേടിയാലേ അതിന് ഒരു ജോലി നൽകുന്നതിനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ സംസ്ഥാന തലത്തിൽ മെഡൽ നേടുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ദേശീയ തലത്തിലോട്ടൊക്കെ പോകുന്നതിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ ഈ കൗൺസിൽ അംഗീകൃത കരാട്ടെ മത്സരം വളരെ ടഫായിട്ടുള്ളൊരു മത്സരമാണ്. കാരണം കേരളത്തിൽ വളരെ വേഗത്തിലാണ് ഈ കരാട്ടെ എന്ന് പറയുന്ന കായിക ഇനത്തിൻ്റെ ഒരു പ്രകടനശേഷി വർദ്ധിച്ചുകൊണ്ടിരുന്നത്. കാരണം പണ്ട് കാലത്തൊക്കെ കരാട്ടെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള നിലയിലാണ് ആളുകൾ കൂടുതൽ പരിശീലിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും ഈ കരാട്ടയുടെ മത്സര നിയമങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവോടുകൂടി എല്ലാ ജനങ്ങളിലേക്കും എല്ലാ കുട്ടികളിലേക്കും ഈ കരാട്ടെ എന്താണെന്നും അതിൻ്റെ മത്സര നിയമങ്ങൾ എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് എത്തുകയും അതിൻ്റെ ഫലമായിട്ട് വളരെ വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തം തന്നെ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനമാണ് ഉള്ളത്. കേരളമൊക്കെ വളരെ ബാക്കിലാണ്. ഈ കേരളം ഇനി ഒരുപാട് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതാരും ശ്രദ്ധിക്കാറില്ലെന്നോ അല്ലേ നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധപ്പെട്ട ആൾക്കാർ? അതെ, കൂടുതലും ക്രിക്കറ്റ് അങ്ങനെ അല്ല. അത് മാത്രമല്ല, കൂടുതലും ഈ കരാട്ടെ എന്ന് കേൾക്കുമ്പോൾ ഒരു എന്താണ് സ്ത്രീ സുരക്ഷയെന്നും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കരാട്ടയെ ചെറുതാക്കി കാണുകയാണ്. ഇപ്പോൾ കരാട്ടെ പരിശീലനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പിറകിൽ നിന്നൊരാൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം, മുമ്പിൽ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള തലമുടിയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഈ ടിപ്സ് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് പൊതുവേ ഈ കരാട്ടെ ഇപ്പോഴും പൊതുജനം അതുപോലെ എന്താണ് മാധ്യമങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിരന്തരമായി കരാട്ടെ ഒരു കായിക ഇനമായിട്ട് പരിശീലിക്കുന്ന ധാരാളം ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങ കരാട്ടെ ടീമും ആ രീതിയിൽ കരാട്ടെ നമ്മളൊരു കൂടുതലും ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു മികച്ച വ്യക്തിയാക്കി രൂപപ്പെടുത്തുന്നതിനുള്ളൊരു പരിശീലനമായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും ഒരു കായിക ഇനമായിട്ട് കരാട്ടെ പരിശീലിക്കുന്ന ധാരാളം കുട്ടികൾ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലുണ്ട്. അത് അവർക്ക് പരിശീലിച്ച് മുന്നേറുന്നതിനായിട്ടുള്ള വളരെ മികച്ച സൗകര്യങ്ങളോടുകൂടി ഉള്ള സെൻറ്ററുകളും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലന രീതികളും ഏറ്റവും നൂതനമായ പരിശീലന രീതികളുമൊക്കെ ആറ്റിങ്ങൽ കരാട്ടെ ടീം അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധാരാളം പേര് അവർക്ക് ചാമ്പ്യന്മാർ ആകാൻ പറ്റുന്നത്. നമ്മൾ 30ഓളം ഇൻസ്ട്രക്ടേഴ്സ് ആറ്റിങ്ങൽ കരാട്ടെ ടീമിലുണ്ട്. നമ്മളൊരു 5000ഓളം കുട്ടികളെ കരാട്ടെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 50ഓളം പ്രാദേശിക സെൻറ്ററുകളുണ്ട്. പിന്നെ ഒരു 10-30ഓളം സ്കൂളുകളിൽ ഞങ്ങൾ കരാട്ടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 30ഓളം ഇൻസ്ട്രക്ടേഴ്സാണ് ഇതിന് എല്ലാം ഏറ്റവും ശക്തിയായിട്ട് നിലകൊള്ളുന്നത്. ജോലി കൊണ്ടല്ലേ ഇത് തന്നെയാണ് ഇങ്ങനെ ഉറച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയാ കരുത്തുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ സ്വപ്നം. ഏതായാലും ഒരു കാര്യം സന്തോഷത്തോടെ പറയാൻ വയ്യ. കാരണം നമ്മുടെ ചുറ്റും കാണുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ MDMA 5 പിടിച്ചു, കഞ്ചാവ് 10 പിടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്ന സമയത്ത് നമ്മുടെ കുറേ കുട്ടികളെങ്കിലും ഇതേപോലെ കായികക്ഷമതയ്ക്ക് വേണ്ടി നിൽക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സെൻസർമാരുണ്ട്, അധ്യാപകരുണ്ട്, സീനിയേഴ്സ് ഉണ്ടാവുന്ന കാണുന്ന ഒരു കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. ഈ കാഴ്ച വലുതാകണം, കേരളം ഒട്ടാകെ ഉണ്ടാകണം. ഈ പറയുന്ന MDMA കഞ്ചാവും ബാക്കി ലഹരി വസ്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം ശരീരത്തെ ഒരു ആയുധമായി
പരിണമിക്കാനുള്ള ഒരു ആക്ടിങ്ങിലേക്ക് ഒരു അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു ഫോമിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഒരുപാട് അതിന് എന്താ പറയുക പ്രയത്നിക്കേണ്ടി വരും അല്ലേ? ഒരുപാട് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. ഒരുപാട് നമ്മൾ സ്ഥിരമായി പരിശീലിക്കുകയും അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന പോലെ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഒരു കായിക പരിശീലനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതെ സുന്ദരമായൊരു കേരളമാവട്ടെ, മനോഹരമായൊരു കേരളമാവട്ടെ, ഇതേപോലുള്ള അധ്യാപകരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു കേരളത്തിന് വേണ്ടി പ്രതീക്ഷിക്കാം. വിസ്മയസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.